ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി അധ്യാപകരെ വേർതിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരേ യോഗ്യതയാണ് ഈ നിയമനങ്ങളിൽ PSC നിർദ്ദേശിച്ചത്. ഒരേ പരീക്ഷയും ഇന്റർവ്യൂവും നടത്തിയാണ് സർക്കാർ നിയമനം നടത്തിയത്. എയ്ഡഡ് സ്കൂളിലും ഇതേ യോഗ്യത തന്നെയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജോലി സമയങ്ങളിൽ മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. എന്നാൽ ശമ്പളത്തിലും പ്രൊമോഷനിലും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കടുത്ത വിവേചനമാണ് നേരിടുന്നത്. അർഹതപ്പെട്ട പ്രൊമോഷൻ ജൂനിയർ അധ്യാപകർക്ക് ലഭിക്കുന്നില്ല. ജൂനിയർ അധ്യാപകരായി സർവീസിൽ തന്നെ തുടരേണ്ട അവസ്ഥയിലാണ് ഭൂരിപക്ഷം അധ്യാപകരും. 15 വർഷത്തോളം ഇങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 5 വർഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങിയ ജൂനിയർ അധ്യാപകനെ ഹൈസ്കൂളുകളിലുള്ളതുപോലെ സീനിയറാക്കുക, ജൂനിയറിൽ നിന്നും സീനിയറിലേക്കുള്ള സ്ഥാനക്കയറ്റം റെഗുലർ പ്രൊമോഷനാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 21-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവേചന വിരുദ്ധ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഗുരുവിനേക്കാൾ മേലെ ശിഷ്യൻ വരുന്ന സ്ഥിതിയാണ്. അതൊരു വിരോധാഭാസമാണ്. കേരളത്തിലെ സർക്കാർ സർവീസിൽ അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. കാരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റും ആയിക്കോട്ടെ, സർവീസ് സീനിയോറിറ്റിക്ക് വളരെ പ്രാമുഖ്യമുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഒക്കെ നിർവചിക്കുക. പക്ഷേ ഹയർ സെക്കൻഡറിയിൽ മാത്രം സർവീസ് സീനിയോറിറ്റിക്ക് ജൂനിയേഴ്സിന് യാതൊരു പ്രാധാന്യവും കിട്ടാത്ത ഒരു വല്ലാത്തൊരു കാലമാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. കാരണം നമ്മൾ ഒരേ യോഗ്യതയും ഒരേ പരീക്ഷയും ഒക്കെ എഴുതി സർക്കാർ PSC മുഖാന്തരം നിയമിക്കുന്ന അധ്യാപകരെ അവരുടെ അഭിമാനബോധത്തെ ചോദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങളായി 2014-15 കാലങ്ങളിലൊക്കെ ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് K. ദീപേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK രാജേഷ്, സാബു ജോസഫ്, M. സീനത്ത് എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.